ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ രാജശേഖർ കൊട്ടാരക്കരയിൽ. ഞാൻ 2 യൂട്യൂബ് ചാനലുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് PNR ക്ലാസ്സസ്, 2 ശേഖർ സ്പീക്കിംഗ് ഫോർ ആൾ. അപ്പോൾ ശേഖർ സ്പീക്കിംഗ് ഫോർ ആൾ എന്ന ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇത് കേട്ട ശേഷം, ഇത് കണ്ട ശേഷം അത് സംബന്ധിച്ചുള്ളൊരു അഭിപ്രായങ്ങൾ പറയുകയും ഇതിലെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ ഇത് അയച്ചു കൊടുത്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശേഖർ സ്പീക്കിംഗ് ഫോർ ഓൾ എന്ന അതിൽ ശേഖർ എന്ന് പറഞ്ഞ രാജശേഖർ എന്ന ഞാൻ, പിന്നെ ശ്രീരാജ് ശേഖർ എന്ന എൻ്റെ മകൻ, സുധിരാജ് ശേഖർ എന്ന എൻ്റെ മകൾ, ഞങ്ങൾ 3 പേരും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളുമായി നിങ്ങളുമായി സംവദിക്കാൻ ഉണ്ടാവും. ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത വിഷയങ്ങൾ, കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ, സയൻസ്, പുതിയ പ്രവണതകൾ, പുതിയ ലോകം, പുതിയ കാഴ്ചപ്പാടുകൾ, അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ വീഡിയോസാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു സ്ലോഗൻ പോലെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് വി ഡിസ്കസ് ഐഡിയാസ് ആൻഡ് ഇവൻറ്റ്സ്, നോ പേഴ്സൺസ്. വി ഡിസ്കസ് ഐഡിയാസ് ആൻഡ് ഇവൻറ്റ്സ്, നോട്ട് പേഴ്സൺസ്. ആശയങ്ങളും സംഭവ പരമ്പരകളും മാത്രം. വ്യക്തിപരമായ വ്യക്തികളെ ഇതിൽ നമ്മൾ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വലിയ വലിയ വിഷയങ്ങൾ, വിവാദങ്ങളിലേക്കൊക്കെ പോവും. അങ്ങനെ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആരെങ്കിലും വേദനിപ്പിക്കാനോ ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല. പൊതു താല്പര്യ പ്രസക്തമായ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യും. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സൗഖ്യം, സ്വാസ്ഥ്യം. മനുഷ്യനെങ്ങനെ സ്വസ്ഥമായിരിക്കാൻ പറ്റും, സുഖമായിരിക്കാൻ പറ്റും എങ്ങനെയുള്ള പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ സുഖമായിരിക്കുക എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ, അസ്വസ്ഥതകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അസുഖങ്ങൾ അഥവാ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. ഡോക്ടേഴ്സാണല്ലോ നമ്മുടെ ആ രീതിയിൽ നമ്മുടെ ആശ്രയം തന്നെ. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സഹായം തേടും. ഇവിടെ നമ്മൾ ഈ സ്വാസ്ഥ്യം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി 3 തരം ഡോക്ടേഴ്സിനെ സമീപിക്കണം എന്നാണ് ഒരു തത്വം. 3 തരം ഡോക്ടേഴ്സ്. ഒന്ന്, ഡോക്ടർ ഡയറ്റ്, DIET. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ സംബന്ധമായ കാര്യം. ഡയറ്റിംഗ്, ആഹാര ക്രമീകരണങ്ങൾ, അതാണ് ഡോക്ടർ ഡയറ്റ്. നമ്മുടെ ശാരീരിക സ്ഥിതിക്കൊക്കെ വേണ്ട സപ്പോർട്ട് നൽകുന്ന സംഭവമാണ് ഡയറ്റിംഗ്, ക്രമീകരണം, ഭക്ഷ്യക്രമീകരണം. 2, ഡോക്ടർ ക്വയറ്റ്, QUIET അല്ല, QUIET, ക്വയറ്റ്, ശാന്തമായിരിക്കുന്ന ഒരവസ്ഥ, ശാന്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന ഒരു മരച്ചില്ലയിലുള്ള ഒരു കിളിക്കൂടിൽ ഉള്ള കിളിക്കുഞ്ഞ് എങ്ങനെ ശാന്തമായി ഉറങ്ങുന്നോ അതേപോലെ ശാന്തമായിരിക്കാൻ കഴിയണം. പലപ്പോഴും പ്രായോഗികമല്ലെന്ന് തോന്നും, പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമെങ്കിലും അത് ഒരു സെക്കൻഡ് ഡോക്ടർ, 2ാമത്തെ ഡോക്ടർ. 3ാമത്തെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ മെറിമാൻ. എന്താ പറഞ്ഞാൽ, മെറി എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിരിക്കുക. മനുഷ്യൻ ഹാപ്പി ആയിരിക്കണം. എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറ്റണമെന്ന് നടക്കുന്ന കാര്യമല്ല. എങ്കിൽ ഹാപ്പി ആയിരിക്കാൻ നോക്കുക, സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കുക. നമ്മൾ ശാരീരിക
സൗഖ്യത്തിന് ഒക്കെ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല. സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ എന്തൊക്കെ വേണം? വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് ഹാപ്പിനെസ്? എസെൻഷ്യൽസ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ സെർവാൻറ്റീസ് എന്ന് പറയുന്ന മഹാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. ഗ്രാൻഡ് എസെൻഷ്യൽസ് ഓഫ് ഹാപ്പിനെസ് ആർ സംതിങ് ടു ഡു, സംതിങ് ഓർ സംബഡി ടു ലവ് ആൻഡ് സംതിങ് ടു ഹോപ്പ് ഫോർ. അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ഈ 3 എസെൻഷ്യാലിറ്റീസ്, അടിസ്ഥാനപരമായി 3 എസെൻഷ്യാലിറ്റീസ് വേണം. ഒന്ന് നമ്മൾ പറയാം, ഗ്രാൻഡ് എസെൻഷ്യൽസ് ഓഫ് ഹാപ്പിനെസ് ആർ സംതിങ് ടു ഡു, സംതിങ് ഓർ സംബഡി ടു ലവ് ആൻഡ് സംതിങ് ടു ഹോപ്പ് ഫോർ. അതിൻ്റെ സംതിങ് ടു ഡു, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കണം, എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാനുണ്ടായിരിക്കണം. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. അപ്പോൾ പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. നമ്മൾ പ്രവൃത്തികൾ ചെയ്യാനുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. നമുക്ക് വേണ്ടി ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം, സമൂഹത്തിന് വേണ്ടി ചെയ്യാം, രാജ്യത്തിന് വേണ്ടി ചെയ്യാം, നല്ല കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ പറഞ്ഞവർക്കെല്ലാം ഉപദ്രവങ്ങളും ചെയ്യാം. അപ്പോഴും അതും പ്രവൃത്തിയാണ്, പക്ഷെ അത് സന്തോഷം നൽകില്ല. അപ്പോൾ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യാനുണ്ടായിരിക്കുക എന്ന് പറയുന്നത് സന്തോഷം നൽകുന്നതിന് കാരണമാകും. 2, സംതിങ് ഓർ സംബഡി ടു ലവ്, സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുക ഉണ്ടല്ലോ. അതുകൊണ്ടല്ലോ നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് അച്ഛനമ്മമാരുണ്ട്, സഹോദരങ്ങൾ, ജ്യേഷ്ഠനുജൻ, കൂട്ടുകാർ, കുറച്ച് മുതിർന്നവരെ സംബന്ധിച്ച് ഭാര്യ, ഭർത്താവ്, കുടുംബ ബന്ധങ്ങൾ, മറ്റ് ഒരുപാട് പേര്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാനും ഒക്കെ ഉണ്ടായിരിക്കുക. അതും സന്തോഷത്തിന് കാരണമാകും. ആ സ്നേഹം ടോക്സിക് ആയി കഴിഞ്ഞാൽ അതും പ്രശ്നം. ടോക്സിക് ആവും, വിഷം പിടിച്ച വിഷം തന്നെ ചില ഘട്ടങ്ങളിൽ അത് ടോക്സിക്കായി മാറും. അങ്ങനെയുള്ള ബന്ധങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചു കൊള്ളണം എന്നൊരു വ്യവസ്ഥ ഇന്ത്യയുണ്ട്. അതാണ് അവൻ്റെ സൗകര്യപ്രദമായ രീതിയിൽ പ്രയോഗിക്കാവുന്ന ഒരു സിദ്ധാന്തമാണ്. അടുത്തത് സംതിങ് ടു ഹോപ്പ് ഫോർ, പ്രതീക്ഷകളുണ്ടായിരിക്കണം. അതുകൊണ്ടല്ലോ നാളെപ്പറ്റി നല്ല പ്രതീക്ഷകൾ, മക്കളെ പറ്റിയുള്ള പ്രതീക്ഷകൾ, നമ്മുടെ നാടിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ, നമുക്ക് സ്വന്തമായിട്ടുള്ള പ്രതീക്ഷകൾ നമുക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഈ 3 എസെൻഷ്യാലിറ്റികളും നമുക്ക് ഉണ്ട്. എന്നിട്ടും ചിലപ്പോഴൊക്കെ നമുക്ക് ഹാപ്പി ആയിരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഈ എസെൻഷ്യാലിറ്റീസ് എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് സന്തോഷം ഇല്ലാതിരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ട് അത് പറ്റുന്നില്ല എന്നുള്ളത് അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമാണ്. എന്താണ് അതിൻ്റെ കാരണം? എന്താണെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്താണെന്ന് ചിന്തിക്കാം. നമ്മളെ കാലത്തുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴീ വിഷാദം, നമ്മൾ ഈ സന്തോഷമൊന്നുമില്ലാത്ത വിഷാദം നമ്മളെ കടന്നാക്കണം. വിഷാദം അതൊരു വലിയ പ്രശ്നമാണ്. ഈ എസെൻഷ്യാലിറ്റീസ് എല്ലാം ഉണ്ടായിട്ടും ചിലപ്പോഴൊക്കെ നമ്മളെ വിഷാദം കടന്നു പിടിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു. ഒരിക്കൽ ഒരിടത്തൊരു വൻമരം ഇങ്ങനെ പടർന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു ഗ്രാമപാതയുടെ അരികിൽ ഒരു വൻമരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കുറേ കാലമായി അവിടെ നിൽക്കുന്നു. കൊടുങ്കാറ്റ്, പേമാരി, വേനൽ, അങ്ങനെയുള്ള ഒരുപാട് പ്രകൃതി ക്ഷോഭങ്ങളെയൊക്കെ എല്ലാം അതിജീവിച്ച് ഇങ്ങനെ ഏറെക്കാലമായി ഇങ്ങനെ നെഞ്ചു പിരിച്ച് നിൽക്കുകയാണ് ഭയങ്കര ഒരു മരം. കുറേ നാളിങ്ങനെ കഴിഞ്ഞു. ഒരു സുഖത്തിൽ അതിൻ്റെ ഇലകൾ നിറം മങ്ങി തുടങ്ങി, വാടി. കുറേ കഴിഞ്ഞപ്പോൾ അത് പഴുത്ത് കൊഴിയാൻ തുടങ്ങി. അതിൻ്റെ കൊമ്പുകൾ അതുപോലെ വാടി ഉണങ്ങി, അതിൻ്റെ തടി മൊത്തത്തിലൊക്കെ ഉണങ്ങി ഒരു ശുഷ്കമായി. അടുത്തൊരു പേമാരിയും കൊടുങ്കാറ്റും വന്നപ്പോൾ ഇത് കടപുഴകി വീണു. വളരെ ശക്തനായി നിന്നിരുന്ന ഒരു വൻമരം. അപ്പോൾ അങ്ങനെ മറിഞ്ഞുകൊണ്ട്
പറയുമ്പോഴത്തേക്ക് പലർക്കും കൗതുകമായി, എന്താണ് ഇത് ഇങ്ങനെ സംഭവിക്കാൻ കാര്യം, ആരും ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തതായിട്ട് അറിയില്ല. അങ്ങനെ വീണെടുക്കുന്ന ആ മരത്തിൻ്റെ ചുവട് ഭാഗമൊക്കെ ഇങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ അവിടെ അതിലൊരു ഒരു ഒരു തുള, ഒരു ഹോൾ കണ്ടു. അതിങ്ങനെ പരിശോധിച്ചപ്പോഴെന്താണ്, അതൊരു വണ്ട് തുരന്നതാണ്. അതിന് തുരന്ന് ക്രമേണ പതുക്കെ തുരന്ന് ഇതിന് നീരെല്ലാം ഊറ്റി കുടിച്ച് ഇത് ഉണങ്ങി വീഴാൻ കാരണമായതാണ് സംഭവം. ഇവിടെ ഈ വൻമരം നമ്മളാണ് ആ വൻമരം എന്ന് വിചാരിക്കുക. എന്തെല്ലാം പ്രതിരോധങ്ങൾ, എന്തെല്ലാം തടസ്സങ്ങൾ നേരിട്ട്, വെല്ലുവിളികൾ നേരിട്ട്, ആക്രമണങ്ങൾ നേരിട്ട്, അതിനെയെല്ലാം അതിജീവിച്ച് നമ്മളിങ്ങനെ നെഞ്ചു വിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിൽ ഈ വിഷാദം എന്ന് പറയുന്നത് ഈ വണ്ടാണ്. ഈ വിഷാദം എന്ന് പറയുന്ന വണ്ട് നമ്മളെന്ന് പറയുന്ന ഈ വൻമരത്തെ ആക്രമിക്കാനിടയായാൽ എന്ത് സംഭവിക്കും, അത് നമ്മളറിയില്ല. അത് കുറേശ്ശെ നമ്മളെ തുരന്ന് നമ്മുടെ ഓജസ്സെല്ലാം ഊറ്റിക്കുടിച്ച്, നമ്മുടെ എനർജിയെല്ലാം ഊറ്റിക്കുടിച്ച് ഒരു നാൾ നമ്മൾ അതുപോലെ വീഴും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ഈ വിഷാദം എന്ന് പറയുന്ന ഈ വണ്ടിനെ നാം എന്ന് പറയുന്ന ഈ വൻമരത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതിനൊരിക്കലും ഇടവരാത്ത രീതിയിൽ നമ്മളെ സ്വയം ക്രമീകരിച്ച് നമ്മുടെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ മാനസിക സ്ഥിതിയും സ്വാസ്ഥ്യം എന്നാണ് പറയാം, സ്വസ്ഥമായിരിക്കുക. അതിന് നമുക്ക് വേണ്ട പ്രധാന ഘടകമാണ് ഈ ഹാപ്പിനെസ് എന്ന ഘടകത്തെ പറ്റിയാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. അങ്ങനെ ഹാപ്പിനെസ് ആയിരിക്കാൻ ഈ പറഞ്ഞ എസെൻഷ്യാലിറ്റീസ് എല്ലാം ഉള്ള സാഹചര്യത്തിൽ അതിലേക്ക് വേണ്ട പോലെ വിനിയോഗിച്ച് സ്വാസ്ഥ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ, നല്ല ദിനങ്ങൾ വരട്ടെ. വിഷ് യു ആൾ ഹാപ്പി ഡേയ്സ് എഹെഡ്. താങ്ക് യു.